2008 ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടാണല്ലോ, ഹോസ്പിറ്റൽ റെക്കോർഡ് അനുസരിച്ചാണല്ലോ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വാദിക്കുകയാണ് പ്രായപൂർത്തിയായി എന്ന്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മോണോലിസയുടെ ആധാർ കാർഡാണ്. ഈ വർഷം, അതായത് 2008, ഞാനിപ്പോ മഞ്ജുഷ് നയിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ആധാർ കാർഡ് സ്കൂളിൽ പഠിക്കുന്ന മോണോലിസ ഫേക്ക് ചെയ്തു. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. 2008 ജനുവരി 1 എന്ന ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആരാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്? ആരുമല്ലല്ലോ. അവിടുത്തെ, കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ ചീഫ് മുനിസിപ്പൽ ഓഫീസർ മഹേശ്വരന് തന്നെയാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വർഷം ഏതാണ്? ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന 2025 5/6/2025. അപ്പൊ അത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ജൂണിൽ ഒരു വർഷം ആയിട്ടില്ല. അതെ, ജൂണിൽ ഒരു വർഷം ആയിട്ടില്ല. അതെ, കഴിഞ്ഞ ജൂണിൽ. അപ്പൊ പിന്നെ അതിന്റെ റെലവൻസ് ഞാൻ നേരത്തെ പറഞ്ഞ റെലവൻസ് അതല്ല ഉദ്ദേശം. ഞാൻ മാറി സംശയിക്കാൻ ഉതകുന്ന രീതിയിലാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെയല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് സംശയിക്കാൻ കഴിയുന്ന ഗ്രൗണ്ട്സ് ഇതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതിനെ സ്ഥാപിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വിവാഹത്തെയും കുടുംബത്തെയും തകർക്കാനായി ഇവർ ചെന്ന് മാരേജ് സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു. ബർത്ത് സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അതേ വാദം ഞാൻ തിരിച്ചുപയോഗിക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങനെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതേ വാദം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും അത് ഒരു വർഷം പോലും ആയിട്ടില്ല, ഇതിന് തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്താണെന്നുള്ള ഒരു വാദം പറഞ്ഞാൽ ലോജിക്കൽ അല്ലേ? മോണോലിസ എന്ന് പറയുന്ന നമ്മുടെ പലരുടെയും ഭാഷയിൽ 18 തികയാത്തൊരു കുട്ടി ആധാർ കാർഡും പാൻ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഇലക്ട്രോണിക് ഐഡിയും ഫേക്ക് ചെയ്തു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? ഫർമാൻ ഖാനെ കാണുന്നതിന് മുമ്പുള്ള ആധാർ കാർഡ് അടക്കം മോണോലിസയുടെ ഇരിപ്പില്ലേ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സ്വന്തം മകളെ തള്ളി പറയുന്നു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? ഈ കല്യാണം പ്രണയ വിവാഹത്തിൽ പലപ്പോഴും വീട്ടുകാർ ഇരുപക്ഷത്താകാറില്ലേ, പല പക്ഷത്താകാറില്ലേ? പക്ഷെ എന്തുകൊണ്ട് ആരും പ്രായത്തിന്റെ കാര്യത്തിൽ പറയാറില്ല? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അച്ഛനും കൂടെ അല്ലേ കേരളത്തിൽ വന്നത്? പോലീസ് സ്റ്റേഷനിൽ പോയത് ഈ പെൺകുട്ടിയുടെ അച്ഛനും കൂടെ അല്ലേ? ആ പെൺകുട്ടിയുടെ പ്രായത്തിനെ കുറിച്ച് പ്രണയ വിവാഹത്തിനോട് എതിർപ്പുള്ള ആൾക്കാർ എന്റെ കുട്ടി മൈനർ ആണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന കേസുകളില്ല. എന്തുകൊണ്ട് 2009 ഡിസംബർ 30 എന്ന് പറയുന്ന ഹോസ്പിറ്റൽ കോഡ് ഇവളുടെ അനിയന്റെയാണ് എന്ന് ആര് പറയുന്നു? ചോദിച്ചു മേടിച്ചതാ സാറേ. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു തിരിച്ചു ചോദിച്ചോട്ടെ, ഒരു വീട്ടിൽ ഒരേ പ്രായമുള്ള 2 കുട്ടികൾ വേറെ വേറെ കാലത്തുണ്ടാവും? അല്ല, അതെ ഒരേ പ്രായമാണെന്ന് രാഹുൽ പറയില്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അല്ല, ശ്രീജിത് ഭായ് സത്യവും ഫാക്റ്റും പറയുന്ന ഒരാളാണല്ലോ. ഫർമാനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ടോ? അബ്ഡക്ഷനാണ് കേസ്. പോക്സോ കേസ് എന്നൊക്കെ ഉള്ളത് വ്യാജ മാധ്യമ നിർമ്മിതിയാണ്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. യഥാർത്ഥത്തിൽ ഇവർക്ക് പ്രായം കുറവുണ്ടെന്ന് കാണിച്ച് ഇവരുടെ കുടുംബത്തെ തകർക്കാനും ഇവരുടെ കല്യാണത്തെ തകർക്കാനും ചില തീവ്ര വലതുപക്ഷ ശക്തികൾ രാഹുൽ അതിന് NCSTയും മധ്യപ്രദേശ് സർക്കാരും കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ ആരോപണം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അല്ലല്ലോ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്നാ പിന്നെ രാഹുൽ പറയുന്നു പോക്സോ കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പോക്സോ കേസ് അങ്ങ് ചാർജ് ചെയ്താൽ പോരെ? റീസൺ ഇവിടെ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അബ്ഡക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ മൈനർ എന്ന് ക്ലെയിം ചെയ്ത് ഇവരെ റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മധ്യപ്രദേശ് പോലീസിന്റെ ടീം വന്നത്. കേസ് ആണെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ പോക്സോ ആണെങ്കിൽ റിക്കവർ ചെയ്യണമല്ലോ, സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇവരുടെ മാരേജിനെ തകർക്കുകയും ഫർമാൻ ഖാനെ അനാവശ്യമായിട്ട് ഒരു മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയും ചെയ്യാനാണെങ്കിൽ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്സോ. പെൺകുട്ടി അച്ഛന്റെ കൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫർമാൻ ഖാനെതിരെയുള്ള അബ്ഡക്ഷൻ നിലനിൽക്കും. അതെങ്ങനെ? എന്നാ പിന്നെ നിൽക്കാത്ത അബ്ഡക്ഷൻ മാത്രമേ ഇടാവൂ, നിൽക്കാത്ത പോക്സോയും കൂടെ കിട്ടൂടെ? അതൊന്നും കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്റെ ചോദ്യമാണ് രാഹുലിനോട്. താങ്കൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മധ്യപ്രദേശ് ഗവൺമെന്റിനെയും NCSTയെയും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയും ഫർമാൻ ഖാനെ ഒറ്റ തിരിഞ്ഞ് മാറ്റി നിർത്തിയതിനു ശേഷം മതത്തിന്റെ പേരിൽ കൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് ആക്രമിക്കുന്നതിനും അതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്സോ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. രാഹുലിന്റെ വാദമാണ്, മുഴുവൻ രാഹുലിന്റെ വാദമാണ് കേട്ടോ വരുന്നത്. ഇതൊന്നും മധ്യപ്രദേശ് പോലീസിന്റെ വാദമോ NCSTയുടെ വാദമോ ഒന്നുമല്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്.